ഫ്ലൈറ്റ് ടൈം കഴിഞ്ഞ് നല്ല ഉറക്കത്തിലാട്ടോ ശങ്കരൻ്റെ ഒക്കെ. അപ്പോൾ അവർക്ക് 3 ക്യാരറ്റും ഒരു മുട്ടയും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് ഫുഡ് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോവാണ് കേട്ടോ. സാധാരണ ഇങ്ങനെ ഉറങ്ങുന്ന സമയത്തൊന്നും വിളിച്ചുണർത്തിയൊന്നും ഞാൻ കൊടുക്കാറില്ല. ഇപ്പോൾ ജസ്റ്റ് എനിക്ക് പുറത്ത് പോകാനുള്ളതുകൊണ്ട് കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ആകുമ്പോൾ വരുന്നവരെ എനിക്കൊരു മനസ്സിനൊരു സമാധാനം ഉണ്ടായിരിക്കും, ഇവർക്ക് കാമായിട്ട് കിടക്കാമല്ലോ. എന്തായാലും അവരത് അങ്ങോട്ട് കഴിക്കട്ടെ കേട്ടോ. ഇത് കഴിഞ്ഞ് ഞാൻ നേരെ മാറ്റാനൊക്കെ പോയി ഒക്കെ റെഡി ആയിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അമ്മു അരിക്കുട്ടൻ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നിട്ടുണ്ട് കേട്ടോ. അമ്മുവിൻ്റെ വീടിൻ്റെ അവിടെ നോമ്പുറപ്പിക്കലുണ്ടായിരുന്നു. അതായത് ജസ്റ്റ് എല്ലാവരും കൂടി ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴി ചെറിയൊരു സർപ്രൈസ് അവിടെ അടുത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിയിട്ടുണ്ടായിരുന്നു. സാധാരണ ബർത്ത്ഡേക്ക് കേക്കും കാര്യങ്ങളൊക്കെ മുറിക്കാറുണ്ടെങ്കിൽ പോലും സമയം സന്ദർഭം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ് കേട്ടോ. ബർത്ത്ഡേ പ്രമാണിച്ച് കുറച്ച് ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. സന്തോഷം നന്ദിയൊന്നും ഗിഫ്റ്റും വിഷസും അറിയിച്ചതെന്നല്ല കേട്ടോ. എനിക്ക് ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായപ്പോൾ എൻ്റെ കൂടെ നിന്ന് കട്ടയ്ക്ക് നിന്നതിനാട്ടോ. നിങ്ങളിപ്പോൾ ഈവൻ എനിക്ക് ഈ സമ്മാനങ്ങൾ തന്നിട്ടില്ല എന്നുണ്ടെങ്കിലും ജസ്റ്റ് വിഷസ് മാത്രമാണെങ്കിൽ പോലും എനിക്ക് ഭയങ്കര സന്തോഷം തന്നെയാണ് കേട്ടോ. എന്നാലും എനിക്ക് ഇതൊക്കെ തന്നതിന് ഒരുപാട് സന്തോഷമുണ്ട്. അരിക്കുട്ടൻ, മോൻ ചാട്ടൻ, അങ്ങനെ കുറച്ച് ആളുകളുണ്ട് എൻ്റെ ലൈഫിന് ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇനിയും അടുത്ത പിറന്നാളിന് ഞാനിതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇതുപോലത്തെ സാധനങ്ങളൊന്നും നിങ്ങളെനിക്ക് വാങ്ങിച്ചു തരണ്ട. ഓർമ്മിച്ച് നിങ്ങളൊരു വിഷ് പറയുന്നുണ്ടല്ലോ, അതെന്നെ എന്നെ സംബന്ധിച്ചിട്ട് വലിയ സന്തോഷമുള്ളൊരു കാര്യം കേട്ടോ. ഗിഫ്റ്റ് വാങ്ങിയപ്പോൾ കിട്ടിയൊരു ഗിഫ്റ്റാണ് ഈ കാണുന്ന ഡേറ്റ്സ് കേട്ടോ. അതൊക്കെ കഴിച്ചതിന് ശേഷം നേരെ ഞങ്ങൾ പുറത്ത് പോവുകയാണ്. എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് കിട്ടിയ പുതിയ ഡ്രസ്സും കിട്ടിയ പുതിയ വാച്ചൊക്കെ ഇട്ടിട്ടാണ് ഞാൻ പോകുന്നത് കേട്ടോ. ഒറ്റയ്ക്ക് മാത്രമല്ല, അരിക്കുട്ടൻ്റെ അമ്മ വയറ് നിറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാനില്ല. പിന്നെ നേരെ മോൻചാട്ടനെയും തൂക്കിയിട്ട് ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി കേട്ടോ. നേരെ പോയത് നമ്മുടെ തൊട്ടടുത്തുള്ള ഡിലീഷയ്ക്കാണ്. അവിടുത്തെ സ്പെഷ്യൽ ഫുഡ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോയമ്പായതുകൊണ്ട് ഒരുപാട് വിഭവങ്ങളുടെ കുറവുണ്ടെങ്കിലും ഉള്ള വിഭവങ്ങളൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. വയറ് നിറച്ച് ഞങ്ങളങ്ങോട്ട് കഴിച്ചു. അതുപോലെ തന്നെ ഒരു പോത്തുംകാലൊക്കെ ജസ്റ്റ് നമ്മളവിടുന്ന് ട്രൈ ചെയ്ത് കേട്ടോ. എനിക്കിത് കടിക്കാനൊന്നും പറ്റില്ല, പക്ഷേ മോൻറ്റോട് നല്ല അന്തസ്സായിട്ട് അങ്ങോട്ട് കടിച്ചു കേട്ടോ. അതെങ്ങനെ സാധിച്ചു എന്നുള്ളത് ഇപ്പോഴും ഞങ്ങൾക്ക് ഉത്തരം കിട്ടാത്തൊരു ചോദ്യം തന്നെയാണ്. ഇത് കഴിച്ച് ബാക്കിയുള്ളത് പാഴ്സലെടുത്ത് നേരെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. വീട്ടിലെത്തിയപ്പോൾ എന്നെയും കാത്ത് ശങ്കരൻ്റെ മേട്ടും കുഞ്ഞൂസും എല്ലാവരും നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവരോട് അന്നത്തെ എൻ്റെ സന്തോഷം പറഞ്ഞ് ഇവർക്ക് ഫുഡും കാര്യങ്ങളും കൊടുത്തു. കുഞ്ഞൂസിനും മേട്ടുവിനും പുറത്തത്തെ ഫുഡാണ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ഇട്ട് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് നോക്കിയതിന് ശേഷം ഇവരോട് എല്ലാവരും ഗുഡ് നൈറ്റ് പറഞ്ഞ് അകത്ത് കയറിയപ്പോഴാണ് ഒരു കാര്യം ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ. ഇത്തവണ ബർത്ത്ഡേ ഗിഫ്റ്റ് കിട്ടിയതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടുള്ള 2 സാധനം കേട്ടോ. ഈ ഒരു പോട്ടും തുളസിത്തറയും. തുളസി ഒരുപാട് നാളായി വീടിന് മുറ്റത്ത് നടാൻ ഉദ്ദേശിക്കുന്നുണ്ട്, നട്ടതൊന്നും പിടിക്കുന്നില്ല. അപ്പോൾ ഒരു തുളസിത്തറ ആവശ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു തുളസിത്തറേൻ്റെ കൂടെ ഈ ഒരു പോട്ടും വാങ്ങിച്ചതിൻ്റെ ഉദ്ദേശം ഒട്ടും അറിയില്ല. എന്തായാലും മീനും കാര്യങ്ങളും ഇപ്പം എനിക്ക് ഇടാൻ വേണ്ടി പറ്റില്ല, കാരണം 4 എപ്പോഴും പുറത്തല്ലേ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം മേട്ടൂനും കുഞ്ഞൂസിനെയും കൂട്ടിലാക്കി ശങ്കരയ്ക്കും ശങ്കരൻ അവർ അവസാന ഫുഡായിട്ടുള്ള പാലും കൊടുത്തിട്ട് അങ്ങോട്ട് കിടക്കാൻ പോയിട്ടോ.